നമുക്ക് ആസ് പി സി പുള്ളിംഗ് ഡൊണസ്റ്റൺ ഹോൾസ് ഗ്രേസ് മേഴ്സി ആൻഡ് ബീസ് ഗോഡ് ഫാർ ആൻഡ് ജീസ് ക്രൈസ് അർലോട്ട്. നമുക്ക് റിപ്ലൈ 7.2 എന്നുള്ള അർത്ഥത്തിൽ റിപ്ലൈ 7.2 ടു VD സതീശൻ എന്നുള്ള അർത്ഥത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാർ ആൻഡ് ജീസ് ക്രൈസ് അർലോട്ട്. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാർ ആൻഡ് ജീസ് ക്രൈസ് അർലോട്ട്. നമുക്ക് ഇന്നത്തെ ചില വിഷയം രാവിലെ ഞാൻ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ ആ വിഷയങ്ങളും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാൻ തക്കൊണ്ട് ഇടയിൽ തരാം. രാവിലെ ഞാൻ പറഞ്ഞതിൽ 7.2 എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പറഞ്ഞതിൽ ചില വിഷയങ്ങൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ ആ വിഷയങ്ങൾ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോഴാണ് ഒന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നിയത്. രാവിലെ അതായത് പതുപോലെ കുണ്ടാങ്കട റിവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്കും റിപ്ലൈ 7 ടു VD സതീശൻ എന്നുള്ള സീരീസിൻ്റെ 7.1 അങ്ങനെയാണ് 7.1 എന്നും 7.2 എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഇടയിൽ തരുന്നത്. പെട്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. മാത്രമല്ല ഞാൻ രാവിലെ കുറച്ചൊരു തിരക്കേറിയ അനുഭവം കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-22 വരെയുള്ള വാക്യങ്ങളും അതുപോലെ തന്നെ സാംസ് 136 ഒക്കെ പറയാനായിട്ട് വിട്ടുപോയി. അത് നമുക്ക് പറയുന്നതിന് മുമ്പേ ചില കാര്യങ്ങളും കൂടെ നമുക്ക് ചിന്തിച്ചിട്ട് അപ്രകാരം ആ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഇലിപ്പോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴെ കരിമൻകുളം എന്ന് പറയുന്നൊരു സ്ഥലം, അതിൻ്റെയൊക്കെ സമീപ പ്രദേശത്ത് ക്യാമ്പ് 6 അറീന എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫുട്ബോൾ ടർഫുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് വിദ്യാർത്ഥികൾ കായിക വിദ്യാഭ്യാസത്തിനായും അതുപോലെ തന്നെ മാനസിക ഉല്ലാസത്തിനായും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പാരൻസ് അവർക്ക് വേണ്ടി കാത്തിരിക്കുകയും അങ്ങനെയുള്ള പ്രവണതയുള്ള സ്ഥലമാണ്. 3 വ്യത്യസ്തമായിട്ടുള്ള കോച്ചുകൾ അവരെന്ത് ചെയ്യുന്നു, പരിശീലനം നടത്തുന്നു. ഇന്ന് മറ്റൊരു കോച്ചാണ്. എൻ്റെ മകനും ഇവിടെ ഈ കായിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യുന്നു, നാം എന്നെ അടിമത്തിൽ കുടുങ്ങി പോരുത്. ആസ്ഫ്രി പീസ്റ്റു ഇവിടെ പരിശീലിക്കാനായിട്ട് അവനെ കൊണ്ടുവരാൻ തക്കണം, അതായത് അവനിവിടെ പരിശീലിക്കുന്നു, അവനെ കൊണ്ടുവരാൻ തക്കണം ഇടയിൽ തരുന്നു. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്ലൈ 1.1, റിപ്ലൈ 1.2, അതുപോലെ തന്നെ റിപ്ലൈ 2, റിപ്ലൈ 3, റിപ്ലൈ 4, റിപ്ലൈ 5, റിപ്ലൈ 6, അതുപോലെ തന്നെ റിപ്ലൈ 7.1 എല്ലാം നമ്മൾ ആൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്ലൈ 7.1-ൽ ചില കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റിയില്ല. റിപ്ലൈ 7.1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ തന്നെ കാരണം പിന്നീട് ആ ഒരു ഭാഗം വിട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഉൾപ്പെടുത്താം. എന്ത് തന്നെയാണെങ്കിലും VD സതീശൻ്റെ ചില നല്ല കാര്യങ്ങളൊക്കെ നല്ലതാണ്. കാരണം കേരയിൽ പദ്ധതിയും അതുപോലുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ മറ്റേ കേരയിൽ പദ്ധതി ക്യാൻസൽ ചെയ്യാൻ തക്കണം ഇടയിൽ തരുന്നു. അതുകൊണ്ട് തന്നെ സാധു ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഭൂമി നഷ്ടപ്പെടാതെ ആ ഭൂമി എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. പിന്നെ KSRTC ബസ്സിൽ സൗജന്യം ഉണ്ടെന്നൊക്കെ പറയുന്നു. എത്രത്തോളം സൗജന്യം ഉണ്ടെന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല. എന്തായാലും നല്ല കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ലിജു LLBക്ക് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ആ പുള്ളിക്കാരന് പുള്ളിംഗ് ഡൊണസ്റ്റൺ ഹോൾസ് ക്യാൻസിൻ്റെ ഇമേജിനേഷൻസ് ഫോർ ബദനി ഹോൺ കാൾഡറിനെ പറ്റി നാം ഇനി അടിമത്തിൽ കൂടി വരുത്. ലിജു 1999-2002 ഗവൺമെൻറ് ലാ കോളേജിൽ ട്രിവാൻഡ്രം LLBക്ക് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഫിസിക്സ് ആയിരുന്നു മെയിൻ. എക്സൈസും അതുപോലെ തന്നെ സഹകരണ വകുപ്പും കിട്ടിയതിൽ ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ക്രൈസിസിൻ്റെ കൃപയാൽ എൻ്റെ പുള്ളിംഗ് ഡൊണസ്റ്റൺ ഹോൾസ് ആസ്ഫ്രി പീസി എൻ്റെ അഭിനന്ദനം ലിജുവിന് എന്ത് ചെയ്യുന്നു. ഫോർ ബദനി ഹോൺ കാൽബട്ടി ഇത്തരണത്തിൽ പുള്ളിംഗ് ഡൊണസ്റ്റൺ ഹോൾസ് ആസ്ഫ്രി പീസിയു ഫോർ ബദനി ഹോൺ കാൽബട്ടി. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അതായത് കൺഗ്രാലേഷൻസ് ഫോർ ബദനി ഹോൺ ബട്ടി. അതായത് ലിജു എൻ്റെ ക്ലാസ്മേറ്റായ ലിജുവിനോട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കൺഗ്രാലേഷൻസ് ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു പുള്ളിംഗ് ഡൊണസ്റ്റൺ ഹോൾസ്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ്റെ ചില ഭരണപരിഷ്കാരങ്ങളൊക്കെ ഏകദണ്ഡൊക്കെ നല്ലതാണ്. ആശാ വർക്കേഴ്സിനൊക്കെ എന്തൊക്കെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ KSRTCയിൽ ജൂൺ 15-ാം തീയതി തൊട്ട് വനിതകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്രയാണ്. പക്ഷെ അത് ഫാസ്റ്റിലാണോ സൂപ്പർ ഫാസ്റ്റിലാണോ ഏത് ഡയമെൻഷനിലായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെക്കുറിച്ച് ഞാൻ ഇത്തരണത്തിലൊന്നും പറയുന്നില്ല.
ഇനി മറ്റ് വിമർശന മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പേ മറ്റൊരു കാര്യം, അതായത് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും എന്തുമാത്രം ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് വി ഡി സതീശൻ എന്ത് ചെയ്യുക, അവരോട് ഒരു അകൽച്ച പാലിച്ചു കഴിഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് എനിക്ക് വി ഡി സതീശൻ ബ്രദറിനോട് അല്ലെങ്കിൽ വി ഡി സതീശൻ നാമിനെ അടിമത്തിൽ കൂടി ഫോർ ബദൻ ഇഹങ്ങൾ പറ്റി വി ഡി സതീശൻ സിഎമ്മിനോട്, വി ഡി സതീശൻ ബ്രദറിനോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള വിഷ പാർട്ടികളെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് വി ഡി സതീശനോട് എനിക്ക് പറയാനുള്ളത്. വി ഡി സതീശൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു. മാത്രമല്ല സ്ത്രീകൾക്ക് ജൂൺ 15 തൊട്ട് കണ്ട സൗജന്യ യാത്ര എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് വെച്ച് ആരും ഇപ്പം സൗജന്യ യാത്ര എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ പേരിൽ കള്ളക്കടത്തും അതുപോലെ തന്നെ സൗജന്യ യാത്രയല്ലേ, അതായത് രാജ്യത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഡ്രഗ് മാഫിയ, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കണ്ടല്ലോ കൊച്ചിയിലൊക്കെ കുറച്ച് പെൺകുട്ടികളെ ചതിച്ചും വഞ്ചിച്ചും സോഷ്യൽ മീഡിയയിൽ കൂടെ അട്രാക്ട് ചെയ്തിട്ട് ദുബായിൽ മറ്റേതോ വിദേശ രാജ്യങ്ങൾ കൊണ്ടിട്ട് അവരെ ചതിച്ചായിട്ടുള്ള വാർത്ത നമ്മളൊന്ന് കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള പ്രവണത നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനൊക്കത്തില്ല. ജൂൺ 15 തൊട്ട് സൗജന്യമായ യാത്ര കൊടുക്കുകയാണെങ്കിൽ നല്ലതൊക്കെ തന്നെ. പക്ഷേ അത് ഏത് ഡയമെൻഷൻ, സൂപ്പർ ഫാസ്റ്റിലാണോ ഫാസ്റ്റ് പാസഞ്ചറിലാണോ, അതൊക്കെ അവരുടേതായ ഇഷ്ടം. പക്ഷേ അത് ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആ ട്രെൻഡ് ഉണ്ട്. എങ്കിലും ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ആ സൗജന്യ യാത്രയെ മുതലെടുത്തുകൊണ്ട് ഡ്രഗ്സിനെയും അതുപോലെ തന്നെ മാരകമായ വസ്തുക്കളെയും അതുപോലെ തന്നെ മറ്റ് വിഷവസ്തുക്കളൊക്കെ ഇതിൻ്റെ പേരിൽ കടത്തുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതിനെ തടയിടേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തത്. അതായത് ഒരു തീരം മുതൽ മറ്റേ തീരം വരെ മൊത്തം ഇവരുടെ ആളുകൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പതുക്കെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വിഴുങ്ങാനാണോ ഇവരുടെ ഉദ്ദേശമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും പ്രവണത ഉണ്ടെങ്കിൽ അതിന് തടയിടേണ്ടത് അത്യാവശ്യമാണ്. ഫോർ ബദൻ ഇഹൻ കാൾഡൺ ലിബർട്ടി. പിന്നെ വി ഡി സതീശനങ്ങൾ ധാരാളമായിട്ട് ബൈബിളൊക്കെ വായിച്ചൊന്ന് ബലപ്പെടുക. നാം ഇനി അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എബ്രായർക്കിടയിൽ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ജീസസ് തൻ ദേഹം തിരിച്ചിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയെ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാവിരുദ്ധനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുക, ഹൃദയങ്ങളിൽ തലയ്ക്കൊട്ടൊരു ശബ്ദമുള്ളത്താൽ ശരീരം ഭാഷയോട്ടൊരു വിശ്വാസത്തിൻ്റെ പൂർണ്ണശന്റെ പരമാവധി അടുത്തെല്ലുക. നാം പുള്ളിംഗ് ഡൗൺ ഓഫ് സ്റ്റോൺസ്, കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, every kinds of lungs disorders and every kinds of cancers, every kinds of diseases and every kinds of heart and lungs and all kinds of organ and system disorders and every kinds of diseases and every kinds of brain disorders, every kinds of blood disorders and every kinds of organ and system disorders and every kinds of pancreatic and every kinds of endocrine disorders and every kinds of blood disorders and every kinds of Jamaat Islami and Muslim League evil activities etc., both past, present and future and various must be broken, be cancelled and be destroyed completely in the name of our Lord Jesus Christ, in thanks to Father and the Savior of the Lord. നാം ഇനി അടിമത്തിൽ and be not entangled again with the yoke of bondage. For God so loved the world that he gives only begotten Son, that whoever believes in him shall not perish but have everlasting life. ഇനി മറ്റൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത് ബട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് എറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. He himself took our infirmities and bore our sicknesses. By his stripes we are healed. So move by faith. മനസ്സിലാകുന്നുണ്ടോ? നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ വി ഡി സതീശൻ ബ്രദറൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയും. പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരയിൽ പദ്ധതി കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതായിട്ടുള്ള ആ ഒരു നയങ്ങളൊക്കെ തീർച്ചയായിട്ടും വി ഡി സതീശൻ ഗവൺമെൻറ് വന്നിട്ട് ആ കേരയിൽ പദ്ധതിയൊക്കെ ക്യാൻസൽ ചെയ്തല്ലോ. അതെന്തായാലും സ്വാഗതാർഹമായ കാര്യങ്ങളാണ്. പിന്നെ യൂത്ത് കോൺഗ്രസ്സിലെ പ്രസിഡൻ്റായിരുന്ന പഴയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലിജു എന്ന് പറഞ്ഞത് LLBക്ക് എൻ്റെ ഫോർ ബദൻ ഇഹാൻ കാൾഡർ ലിബർട്ടി, നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. ഫോർ ബദൻ ഇഹാൻ ലിബർട്ടി യൂത്ത് കോൺഗ്രസിലെ പഴയ ലിജു, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പഴയ പ്രസിഡൻ്റായിരുന്ന ലിജു എന്ന് വെച്ചാൽ LLBക്ക് 1999-2002 എൻ്റെ ക്ലാസ്മേറ്റ് പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. അപ്പം
നമ്മുടെ ഗവൺമെൻറ് ലാ കോളേജ് ഫോർ ബദനി ഹോൺ കാണ്ടർ ലിബർട്ടി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി നമ്മെ അടിമത്തിൽ കൂടി പോരുത് 1999-2002 LLBക്ക് എൻ്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പുള്ളിംഗ് ഡൊണസ്റ്റോ ഹോൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഭിമാനത്തോടെ ഫോർ ബദനി ഹോൺ കാൽബർട്ടി പറയാൻ പറ്റും. അപ്പം ലിജു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു, എൻ്റെ അതേ സബ്ജക്റ്റ് തന്നെയായിരുന്നു. നമ്മൾ ആ കാലത്തും ചെറിയ ഡിബേറ്റൊക്കെ അന്നും എന്താണ് ഫിസിക്സ് എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് പക്ഷേ പുള്ളിക്കാരൻ ആ സമയത്തൊക്കെ KSUവിൻ്റെ ഒക്കെ എന്തൊക്കെ പ്രവർത്തകനായിരുന്നു. നമ്മളൊക്കെ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KSU ഓൺ സ്ട്രൈക്ക് KSU ഓൺ സ്ട്രൈക്ക്. അതായത് എനിക്കിപ്പോഴും എന്താണ് 24 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ക്ലാസ്മേറ്റ് സിനിമയിൽ കാറ്റാടും തണലും തണലത്തൊരു മരവും എന്ന് പറയും പോലെ ആ ഫ്ലാഷ് ബാക്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പോകാൻ കഴിയുന്നുണ്ട്. ഈ കഴിഞ്ഞ 2022 ഞാനും അമ്മയും കൂടെ വയനാട് പോയിട്ട് വന്നപ്പോഴത്തേക്കും ലിജുവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പഴയ പരിചയമൊക്കെ ഒന്ന് പുതുക്കാൻ പറ്റിയിട്ടുണ്ട്. അവൻ്റെ ഫോൺ നമ്പറും ലിജു എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്മേറ്റ് ഉണ്ട്, എനിക്ക് അവനെ എന്ന് പറയാനുള്ള ഒരു അധികാരമുണ്ട്. അവൻ്റെ ഫോൺ നമ്പർ എൻ്റെ പക്കലുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു വ്യക്തി മന്ത്രിയെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് അതായത് ഒരു ജോയ്ഫുൾ മൊമെൻ്റ്, ഒരു സന്തോഷമുണ്ട്. ഫോർ ബദനി ഹോൺ കാണ്ടറിനെ പറ്റി പുള്ളിക്കാരൻ ഒരു അഡ്വക്കേറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് LLMന് അതായത് ലീഗൽ ലാ മാസ്റ്ററിന് അതിൻ്റെ PG കോഴ്സിന് പോയോന്ന് അറിയത്തില്ല. ഫോർ ബദനി ഹോൺ കാണ്ടറിനെ എന്തായാലും ഈ സെറിമണി സമയത്ത് ഒരു കറുത്ത കണ്ണാടിയൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്ത് പഴയ ഒരു സിംപ്ലിസിറ്റിയോടുകൂടി പഴയ ഒരു ചെറിയ ചിരിയോടുകൂടി കടന്നു വന്ന് ആ ഒരു ഫംഗ്ഷന് അവനെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ബാക്കിയുള്ളവരൊന്നും വ്യക്തിപരമായിട്ട് അറിയത്തില്ല, കാരണം എൻ്റെ ക്ലാസ്മേറ്റ്സ് അല്ല. അതുകൊണ്ട് പിന്നെ ചിലരോട് അത്ര താല്പര്യമില്ല. ഫോർ ബദനി ഹോൺ കാൽബർട്ടി ലിജു എൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് ഒരു താല്പര്യമുണ്ട്. അല്ല ഞാൻ UDFന് അഡിക്റ്റ് ഒന്നുമല്ല, LDFനും അഡിക്റ്റ് അല്ല, BJPക്കും അഡിക്റ്റ് അല്ല. തെറ്റ് ഏത് പാർട്ടിക്കാർ ഏത് കൊലക്കൊമ്പനാണെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ചില ആൾ പറയില്ല പല്ലും നഖം ഉപയോഗിച്ച് വിമർശിക്കുമെന്ന് പറയത്തില്ല. നമ്മുടെ ഇവിടെ ക്രൈസിസസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു രാജ പദവി അതായത് രാജകീയ അധികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെറ്റെവിടെ കണ്ടാലും ആര് ചെയ്താലും മനസ്സിലായില്ലേ, ഒരു ദിവസം ജീവിച്ചാലും സിംഹത്തെ പോലെ രാജകീയമായിട്ട് ജീവിക്കുക. നമ്മൾ തീർച്ചയായിട്ടും എതിർക്കും. It is written ഇതാണ് ഫോർ ബദനി ഹോൺ കാണ്ടർ ലിബർട്ടി. ഇറ്റ് ഈസ് written in the Bible. Test all things, hold fast what is good, abstain from every form of എന്താണ് ഈ പുള്ളിംഗ് ഡൊണസ്റ്റോ ഹോൾസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. Test all things, hold fast what is good, abstain from every form of evil. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. രാവിലെ വിട്ടുപോയിട്ടുള്ള പെൻഡിങ് ടോപ്പിക്ക് നമുക്കൊന്ന് എന്താണ് പ്രസൻറ്റ് ചെയ്യാൻ തക്കണം ക്രൈസിസിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചില ദുർമനസാക്ഷി, ഗിൽറ്റി കോൺഷ്യസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും വരാം. രോഗങ്ങൾ, സിക്നസ്സൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിലും ഹി ഹിംസെൽഫ് അവർ ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ടുക്ക് അവർ ഇൻഫർമിറ്റീസ് ആൻഡ് ബോർ അവർ സിക്നസസ് ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അപ്പോൾ ആ ഒരു വാഗ്ദാനത്താൽ നമുക്കൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ആ വാഗ്ദാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക. മാത്യു 8:17 എടുത്ത് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ 17 സെക്കൻഡ് പാർട്ടിലൊക്കെ നമുക്കെടുത്ത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഫോർ ബദനി ഹോൺ കാണ്ടർ ലിബർട്ടി. ഇനി അതിൻ്റെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി മലയാളം ഇംഗ്ലീഷ് വെർഷനിലേക്ക് പോവാം. എബ്രായർക്ക് എഴുതിയ ലേഖനം എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-22 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാൻ ശ്രമിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 ഭാഗങ്ങൾ വായിക്കാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഹാവിംഗ് ദെയർഫോർ ബ്രദറൻ ബോൾഡ്നസ് ടു എൻ്റർ ഇൻടു ദ ഹോളീസ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീസസ് തൻ ഡേ ദിരശ്ശിയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. സോ ഹേ ഭായിയോം ജബ് കി ഹമേം യീശു के लोहू के द्वारा उस नए और जीवदे मार्ग से पवित्र स्थान में प्रवेश करने का हियाव हो गया है. ഇനി താഴോട്ട് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും. By a new and living way which he hath consecrated for us through the veil, that is to say his flesh. മനസ്സിലാകുന്നുണ്ടോ എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഇത് നമ്മൾ വായിക്കുന്നത് Hebrew 13. Please take the following portion. That is Hebrew 10:19-22. We can read like that.
ഫോർ ബദനി ഹാവിംഗ് ദെയർ ഫോർ ബ്രദറൻ ബോൾഡ്നസ് ടു എൻ്റർ ഇൻടു ഹോളീസ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് സഹോദരന്മാരെ ജീസസ് തൻ്റെയും തിരിച്ചിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയെ सो है भाइयों जबकि हमें यीशु के लहू के द्वारा उस नए और जीवदे मार्ग से पवित्र स्थान में प्रवेश करने का हियाव हो गया है. ഇനി എൻ്റെ 20 നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ബൈ എ ന്യൂ ആൻഡ് ലിവിംഗ് വേ വിച്ച് he hath consecrated for us through the veil that is to say his flesh. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ജോ ഉസ്നെ പർദെ अर्थात अपने शरीर में से होकर हमारे लिए अभिषेक किया है एंड हैविंग एन हाई प्रीस्ट ओवर दि हाउस ഓഫ് ഗോഡ്. ഇനി എൻ്റെ മലയാളം നമുക്ക് വായിക്കുമ്പോഴത്തേക്കും എന്താണ് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാവിരോധനം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് അടുത്ത വായിക്കുമ്പോഴത്തേക്കും ഓർ इसलिए कि हमारा ऐसा महान याजक है जो परमेश्वर के घर का अधिकारी है. ഇനി നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ 22 വായിക്കുമ്പോൾ ലെറ്റ് us draw near, അതായത് let us draw near with a true heart in full assurance of faith, having our hearts sprinkled from an evil conscience and our bodies washed with pure water. നാം ദുർമനസാക്ഷി നിങ്ങളുടെ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടും ശുദ്ധവെള്ളത്താൽ ശരീരം ആശയപ്പെട്ടുമായി വിശ്വാസത്തിന്റെ പൂർണ്ണശോണ്ട് പരമാർത്ഥയത്തോടെ അടുത്തെല്ലുക. അതിന്റെ ഹിന്ദിയിൽ നമുക്ക് വായിക്കാൻ കഴിയുമ്പോഴത്തേക്കും എന്താണ് तो आओ हम सच्चे मन और पूरे विश्वास के साथ और विवेक का दोष दूर करने के लिए हृदय पर छिड़काव लेकर और देह को शुद्ध जल से धुलवाकर परमेश्वर के नाम अडिमത്തിൽ കുടിപ്പരുത് ഫോർ ബദനി ഹോൺ കാണ്ടൻ ലിബർട്ടി परमेश्वर के समीप जाയും പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വെറുതെ ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. For brethren you have called unto liberty. God is not the other of confusion but of peace. तो आओ हम सच्चे मन और पूरे विश्वास के साथ और विवेक को दोष दूर करने के लिए हृदय पर छिड़काव लेकर और देह को शुद्ध जल से धुलवा कर परमेश्वर के समीप जाएं. पुलिंग डाउन. ഇനി അടുത്ത നമ്മൾ വായിക്കുമ്പോൾ ലെറ്റ് us hold fast the profession of our faith without wavering for he is faithful that promised. അതായത് അതിൻ്റെ 23 നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ലെറ്റ് us hold fast, അതായത് ഇങ്ങനെ വായിക്കാം ലെറ്റ് us hold fast the profession of our faith without wavering for he is faithful. ഇവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ലെറ്റ് us hold fast the profession of our faith without wavering for he is faithful that promised. മനസ്സിലാകുന്നുണ്ടോ? പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചു കൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. और अपनी आशा के अंगीकार को दृढ़ता से थामे रहे क्योंकि जिसने प्रतिज्ञा किया है वह सच्चा है. നാം ഇനി അടിമത്തിൽ കുടിപ്പോരുത്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് ക്യാഷിൻ്റെ ഇമാജിനേഷൻസ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കുക. ഫോർ ബദനി ഹോൺ കാർഡൻ ലിവർ. നോക്കുക ഒന്നുകൂടി. ഫോർ ബദനി ഹോൺ കാൾബട്ടി ഹാവിംഗ് ദെയർ ഫോർ, മനസ്സിലാകുന്നുണ്ടോ? ഹാവിംഗ് ദെയർ ഫോർ ബ്രദറൻ ബോൾഡ്നസ് ടു എൻ്റർ ഇൻടു ഹോളീസ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. അതുകൊണ്ട് സഹോദരന്മാരെ ജീസസ് തൻ്റെയും തിരിച്ചിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയെ സോ ഹേ ഭായിയോം जब कि हमें यीशु के लोहू के द्वारा उस नए और जीवदे मार्ग से पवित्र स्थान में प्रवेश करने का हिया हो गया है by a new and living way which he hath consecrated for us through the veil that is to say his flesh. തൻ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് जो उसने पर्दे अर्थात अपने शरीर में से होकर हमारे लिए अभिषेक किया है and having a high priest over the house of God. ഇനി അടുത്ത് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാവിരോധനം നമുക്കുള്ളുണ്ട്. और इसलिए कि हमारा ऐसा महान याजक है जो परमेश्वर के घर का अधिकारी है. लेट us draw near with a true heart. Let us draw near with a true heart in full assurance of faith, having our hearts sprinkled from an evil conscience and our bodies washed with the pure water. നാം ദുർമനസാക്ഷി നിങ്ങളുടെ ഹൃദയങ്ങൾ തളിക്കപ്പെട്ട് ശുദ്ധവെള്ളത്താൽ ശരീരം ആശയപ്പെട്ടുമായി വിശ്വാസത്തിന്റെ പൂർണ്ണശം കൊണ്ട് പരമാർത്ഥത്തിന്റെ അടുത്തെല്ലുക. तो आओ हम सच्चे मन और पूरे विश्वास के നാം ഇനി അടിമത്തിൽ കൂടി ബെറുദാസ്പ്രി പീസ്റ്റു ഫോർ ബദനി ഹോൺ കാൾഡർ ലിബർട്ടി. तो आओ हम God is not the other confusion but a peace. As free peace for brethren you have called liberty. तो आओ
तो वो हम सच्चे मन और पूरे विश्वास के साथ और विवेक का दोष दूर करने के लिए हृदय पर छिड़काव लेकर और देह को शुद्ध जल से चुलवा कर परमेश्वर के समीप जाए. Let us hold fast the profession of our faith without wavering, for he is faithful that promised. प्रत्याशिയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. और अपनी आशा के अंगीकार को दृढ़ता से थामे रहे, क्योंकि जिसने प्रतिज्ञा किया है वह सच्चा है. പുള്ളിങ് ടോണസ് നാം എന്നെ അടിമത്തിൽ കൂടി പോരുത്. For within you have conquered liberty, war a good warfare, holy faith and good conscience. തുറന്നു പറഞ്ഞു, and let us consider one another to provoke unto love and to good works എന്ന് വായിക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുന്ന എന്താണ്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് ഓർ പ്രേം ഓർ ഫലേ കാമോം മേം अक्साने के लिए एक दूसरे की चिंता किया करें, not forsaking the assembling of ourselves together as the manner of some is, but exhorting one another, and so much the more as you see the day approaching. സ്നേഹത്തിനും സൽപ്രവർത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൃഷ്ടിക്കാൻ നാൾ സമീപിക്കുന്നെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഇനി അടുത്ത് നമ്മൾ അതിന്റെ ഹിന്ദി വായിക്കുമ്പോൾ, ഓർ ഏക ദൂസരെ കെ സാത്ത് ഇക്കട ഹോന ने छोड़े जैसे कि कितनों की रीति है, पर एक दूसरे को समझाते रहे. पुलिंग डाउन स्ट्रॉन्गहोल्ड्स नाम ने अडिमतिल कुड़ी बरद. और ज्योम ज्योम उस दिन को निकट आते देखो, त्योम त्योम और भी अधिक यह किया करो. पुलिंग डाउन നാം എന്നെ അടിമത്തിൽ ആൻഡ് ബി നോട്ട് എൻറ്റേങ്കിൾഡ് അഗെയിൻ വിത്ത് യോക്ക് ഓഫ് ബോണ്ടേജ്. ഇവിടെ നമുക്ക് അടുത്ത വായിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അടുത്തല്ല അവസാനത്തത് വേണമെങ്കിൽ ഒന്നും കൂടെ നോക്കാം. ഓർ ജ്യോം ജ്യോം ഊസ് ദിൻ കോ നിക്കട്ട് आते देखो, त्योम त्योम और भी अधिक यह किया करो. पुल्लिंग down of what is not the other confusion but a peace, for within you have come unto liberty and be not entangled again with the yoke of bondage. और എന്താണ്, एक दूसरे के साथ इकट्ठा होना ने छोड़े जैसे कि कितनों की रीति है, पर एक दूसरे को समझाते रहे. और ज्यों ज्यों उस दिन को निकट आते देखो, त्यों त्यों और भी अधिक यह किया करो. पुल्लिंग डाउन what is not the other confusion but the peace. Stand fast in liberty or the crisis made us free, and be not entangled again with the yoke of bondage. For within you have called unto liberty, for within you have called unto liberty. ഇവിടെ നമ്മൾ കാണുന്നത് ഓർ ഏക ദൂസരെ കെ സാത്ത് ഇക്കട ഹോനാനെ ചോടെ ജൈസെ കി कितनों की रीति है, पर एक दूसरे को समझाते रहे. और ज्यों ज्यों उस दिन को निकट आते देखो, त्यों त्यों और भी अधिक यह किया करो. पुल्लिंग डाउन അവനെ അടിമത്തിൽ കൂടി പോരുത്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് സാംസ് 136 ഒന്ന് നോക്കാം. സാംസ് 136 നമുക്ക് നോക്കിയിട്ട് അതിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. സാംസ് 136 ഓ ഗീ താങ്ക്സ്. അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഫോർ വിതിൻ യു ഹാവ് കാണ്ടൺ ലിബർട്ടി, നമ്മെ അടിമത്തിൽ കൂടി പോരുത്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് ഓ ഗീ താങ്ക്സ് അൺ ടു ദ ലോർഡ്, ഫോർ ഹി ഈസ് ഗുഡ്, ഫോർ ഹിസ് mercy endureth forever. ഓ ഗീ താങ്ക്സ് അൺ ടു ദ ഗോഡ് ഓഫ് ഗോഡ്സ്, ഫോർ ഹിസ് mercy endureth forever. ഓ ഗീ താങ്ക്സ് ടു ദ ലോർഡ് ഓഫ് ലോർഡ്സ്, ഫോർ ഹിസ് mercy endureth forever. To him who alone doeth great wonders, for his mercy endureth forever. To him that by wisdom made the heavens, for his mercy endureth forever. To him that stretched out the earth above the waters, for his mercy endureth forever. To him that made great lights, for his mercy endureth forever. The sun to rule by day, for his mercy endureth forever. The moon and stars to rule by night, for his mercy endureth forever. To him that smote Egypt in their firstborn, for his mercy endureth forever, and brought out Israel from among them, for his mercy endureth forever. With a strong hand and with a stretched out arm, for his mercy endureth forever. To him which divided the Red Sea into parts, for his mercy endureth forever, and made Israel to pass through the midst of it, for his mercy endureth forever. But overthrew Pharaoh and his host in the Red Sea, for his mercy endureth forever.
To him which led his people through the wilderness for his mercy endureth forever. To him which smote great kings for his mercy endureth forever. And slew famous kings for his mercy endureth forever. Sihon, king of Amorites for his mercy endureth forever. And Og, king of Bashan for his mercy endureth forever. And gave their land for an heritage for his mercy endureth forever. Sihon, king of Amorites for his mercy endureth forever. And Og, the king of Bashan for his mercy endureth forever. And gave their land for an heritage for his mercy endureth forever. Even an heritage unto Israel his servant for his mercy endureth forever. Who remembered us in our low estate for his mercy endureth forever. And hath redeemed us from our enemies for his mercy endureth forever. Who giveth food to all flesh for his mercy endureth forever. O give thanks unto the God of heaven for his mercy endureth forever. Pulling Satan is resisting steadfast in faith. നാം എന്നെ അടിമത്തിൽ കുടുങ്ങരുത്. സൈത്താൻ ഈസ് എ ലയർ ആൻഡ് ഫാദർ ഓഫ് ഇറ്റ്. നാം എന്നെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ആൻഡ് ബി നോട്ട് എൻറ്റേങ്കിൾഡ് അഗൈൻ വിത്ത് ദ യോക്ക് ഓഫ് ബോണ്ടേജ്. ഫോർ ബദനി ഹോൻ കാൽവട്ടി. ഇത്രയും കാര്യങ്ങളാണ് രാവിലെ പെൻഡിങ് ഉള്ളത്. നാം എന്നെ അടിമത്തിൽ കുടിപെടുത്തി. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് രാവിലെ പറയാൻ വിട്ടുപോയ ചില ഭാഗങ്ങൾ. രാവിലെ 7.1 ആയിരുന്നു. ശരിക്ക് ആ ഭാഗം വിട്ടുപോയതുകൊണ്ടാണ് 7.2 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടെ ഉൾപ്പെടുത്തിയത്. ശരിക്ക് രാവിലെ പതിവ് പോലെ കുണ്ടാങ്കട മാറ്റിൻ തീരത്ത് റിപ്ലൈ 7 ടു VD സതീശനായിരുന്നു. പക്ഷെ 7 നമ്മൾ ചെയ്തപ്പോഴത്തേക്കും ചില ഭാഗങ്ങൾ വിട്ടുപോയതായിട്ട് ഞാൻ പിന്നീട് നടന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായി. കാരണം സാംസ് 136 ഹീബ്രു 10:90-22 ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. മാത്രമല്ല എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് പെട്ടെന്ന് അതങ്ങ് വിട്ടുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ആ 7 സ്പ്ലിറ്റ് ചെയ്തിട്ട് 7.1 എന്നും 7.2 എന്നും 2 ഭാഗങ്ങളായിട്ട് എടുക്കുമ്പോൾ 7.1 രാവിലത്തെ ഭാഗമായിട്ട് എടുക്കാം, 7.2 ഈവനിങ് ഭാഗമായിട്ട് എടുക്കാം. അങ്ങനെയാണ് ആക്ച്വലി 7 സ്പ്ലിറ്റ് ചെയ്തിട്ട് 7.1 7.2. അപ്പോൾ പെൻഡിങ് ഉള്ള പോർഷൻസൊക്കെ ഏതാണ്ട് നാം എന്നെ അടിമത്തിൽ കൂടി പോരുത് ആൻഡ് ബി നോട്ട് എൻഡിങ് അഗൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ VD സതീശൻ ബ്രോയ്ക്ക് എന്തായാലും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ധാരാളം നല്ല ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് എന്ത് ചെയ്യുന്നു, നാം എന്നെ അടിമത്തിൽ കൂടി പോരുത് പുള്ളിംഗ് ഡോണസ്ട്രോൺസ് വിഷ് ചെയ്യുന്നു. മാത്രമല്ല ലിജു എൻ്റെ, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പണ്ടത്തെ പ്രസിഡന്റ് ആയിരുന്ന ലിജു LLBക്ക് എൻ്റെ ക്ലാസ്മേറ്റ് ആണെന്ന് അറിയിക്കുന്നതിൽ തീർച്ചയായിട്ടും, അതായത് നമ്മൾ ഒരേ ക്ലാസ്സിലിരുന്ന് 1999 2002 നമ്മൾ, അദ്ദേഹം എൻ്റെ സബ്ജക്റ്റ് തന്നെയാണ്, ഫിസിക്സ് കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ നീല കണ്ണാടി വെച്ചേക്കുന്നു, പുള്ളിക്കാരൻ ഒരു കറുത്ത കണ്ണാടി വെച്ചാണ്. ഒരു ഗാന്ധിയെ പോലെയല്ല, എന്തോ ഞാൻ സെറമണി TV കൂടെ കണ്ടായിരുന്നു. പുള്ളി എൻ്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളത്, പുള്ളിയുടെ ആ ഒരു സെറമണി കണ്ടായിരുന്നു. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നുള്ളത് മറ്റേത് വേറെ കാര്യം. എന്തായാലും VD സതീശനോട് വ്യക്തിപരമായിട്ട് വേറെ വിരോധമൊന്നുമില്ല. പിണറായിയേക്കാളും ഭേദമാണ്. ഇന്നത്തെ വാർത്തയിൽ റെയിൽ പദ്ധതി ഉപേക്ഷിച്ചു എന്നൊക്കെ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ജൂൺ 15 തൊട്ട് വനിതകൾ സൗജന്യ യാത്രയാണ്. അതൊക്കെ നല്ലതാണ്. പക്ഷേ there may be അത് വെച്ച് മുതലെടുക്കാൻ കഴിയുന്ന ഒരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ കള്ളക്കടത്തും അതുപോലെ തന്നെ ഡ്രഗ്സും ഒക്കെ എന്ത് ചെയ്യാം. KSRTC ബസ് എന്തായാലും ഫ്രീ അല്ലേ, എന്നാൽ പിന്നെ അതിലങ്ങ് കടത്തിക്കൊണ്ട് വരാടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം അതിനെ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ VD സതീശൻ പുള്ളിംഗ് ഡോണസ്റ്റ് ഹോൾസ് നാം എന്നെ അടിമത്തിൽ കൂടി വരുത് CM, അതായത് ബ്രദർ ഒന്ന് ചിന്തിച്ച് ആ ഒരു കാര്യം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് KSRTCനെയും കൂടെ സമൂഹത്തിന് നല്ലതാണ്, അതുപോലെ KSRTCക്ക് അതാണ് നല്ലതാണ്. സമയം ഏകദേശം 6 നാം എന്നെ അടിമത്തിൽ കൂടി വരുത്. ഫോർ ബദനി ഹോൻ കാൽബട്ടി അസ്ട്രി പീസ്. സമയം 6 ആയിട്ടില്ല, 6 അടുപ്പിച്ചാവുന്നുണ്ട്. നമ്മൾ ഭാരപ്പെടാതിരിക്കുക. എന്തായിരുന്നാലും ഇത് കരിമൻകുളം, അതായത് ഇലിപ്പോട് നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കരിമൻകുളം ഗ്രൗണ്ടിലേക്ക് പോകുന്ന ഒരു വഴിക്ക് അതിൻ്റെ അടുത്തൊക്കെ ഏതൊരു ക്യാമ്പ് 6 അറീന എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം നൽകാനും അതുപോലെ തന്നെ മാനസിക ഉല്ലാസത്തിനുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. 3 വ്യത്യസ്തമായ കോച്ചുകൾ കുട്ടികൾ പരിശീലനം നൽകുന്നു. ഒരു യൗവനക്കാരനാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ. ആ യൗവനക്കാരനെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു സഹോദരി വല്ലപ്പോഴൊക്കെ വരും. എന്തായാലും മറ്റ് സ്ഥാപനങ്ങളൊക്കെ അപേക്ഷിക്കുമ്പോൾ ഈ സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു കായിക വിദ്യാഭ്യാസം ലഭിക്കുന്ന എന്തായാലും ഒരു ഗുഡ് തിങ് ആണ്, നല്ല കാര്യമാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ആഹാരം കൊടുക്കുന്ന സ്ഥലം പോലെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, കൊക്കക്കോളയും പിന്നെ സ്പ്രൈറ്റ് എന്ന് പറയുന്നില്ല, പെപ്സിയൊക്കെ കുടിക്കുന്നത് കെമിക്കലായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഫുഡ് അനാലിസിസ് എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അത് ആരോഗ്യത്തിന് നല്ലതാണെന്നും കൂടെ ചിന്തിക്കണം. ഇളനീര് കുടിക്കുന്നത് നല്ലതാണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലതാണ്, നാരുകളടങ്ങിയ ഭക്ഷണമാണ്. പക്ഷേ പെപ്സിയും കൊക്കക്കോളയൊക്കെ സമയത്തും അസമയത്തും കുടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു
ഹയർ ക്വാണ്ടിറ്റിയിൽ കുടിക്കുക എന്ന് പറയുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നും കൂടെ ചിന്തിക്കണം. ഞാൻ അവരുടെ ബിസിനസ്സിനൊന്നും എതിരല്ല, അവർ കട നടത്തുന്നതിനും എതിരല്ല. പക്ഷേ നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾ ഫ്രൂട്ട്സോ മാംഗോസോ ഒക്കെ ആയിരുന്നെങ്കിൽ ആരോഗ്യദായകം കൂടെ ആയിരുന്നേനെ. ഈ പെപ്സിയും കൊക്കക്കോളയൊക്കെ അത്രമാത്രം മനുഷ്യന് ആരോഗ്യം നൽകുമെന്നുള്ള കാര്യം കണ്ടറിഞ്ഞ് കാണാം. എന്തായാലും പതിയെ അതിൽ നിന്ന് ഒഴിഞ്ഞു വരുന്നത് നല്ലതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂറാണ്. ഈ സ്ഥാപനത്തോട് ചേർന്നുള്ള ഈ ഫുഡ് ഇതിനൊന്നും ഞാൻ എതിരല്ല. അവർ ജീവിക്കുന്ന ഉപജീവനമാണ്, അതിനൊന്നും എതിരല്ല. പക്ഷേ മനുഷ്യൻ്റെ ആരോഗ്യം എന്നുള്ള ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുമ്പോൾ ആരോഗ്യത്തെയും കൂടെ നോക്കണം. പണ്ട് ഗൾഫിലെങ്ങാണ്ട് ജോലി ചെയ്തിരുന്ന ഏതോ ഒരു അങ്കിള്, ഒരു ബ്രദർ, ഒരു അളിയനും ഉണ്ടായിരുന്നു. അയാൾ എരിവേനൽ ചൂടിൻ്റെ കഥയാകെ മറന്നു എന്ന് പറഞ്ഞാൽ ആ എരിവേനലിൽ വർക്ക് ചെയ്ത് പുള്ളി ദാഹിക്കുമ്പോഴേക്കും പെപ്സിയോ കൊക്കക്കോളയും കണ്ടാണ് കുടിക്കുന്നത്. അങ്ങനെ അങ്ങേരുടെ അവസാനം ഡോക്ടർ അവസാനം ചെക്കപ്പ് ചെയ്തിട്ട് സ്കാൻ എടുത്തോ അതിൻ്റെ ഇൻറ്റേർണൽ ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്തോന്നടേ റോഡ് ടാറോ എന്നാണ് പുള്ളി ആ ഡോക്ടർ ചോദിച്ചത്. അപ്പോൾ അതും കൂടെ നോക്കണം. അത് പിന്നീട് ക്യാൻസറിലേക്കും മറ്റ് ബ്ലഡ് ക്ലോട്ടിലേക്കൊന്നും പോകാതെ പ്രേക്ഷകർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. മനുഷ്യൻ പാനീയം കുടിക്കുന്നതോ അല്ലെങ്കിൽ ആരോഗ്യമായിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കായിക വിദ്യാഭ്യാസത്തിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഈ പെപ്സിയും കൊക്കക്കോളയൊക്കെ ഒന്ന് കുടിക്കുന്നത് അതും പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നത് സൂക്ഷിക്കണം. എന്ത് തന്നെയാണെങ്കിലും 6 മണി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് വെള്ളം കുടിക്കണേ. അപ്പോൾ എന്തായിരുന്നാലും പ്രേക്ഷകർ ഇത്രയും സമയം വളരെ ശ്രദ്ധയോടുകൂടിയിരുന്നു. അപ്പം റിപ്ലൈ 7-2 ആണ്. VD സതീശനുള്ള ഒരു റിപ്ലൈ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പിണറായി സർക്കാരിന് കൊടുത്ത ഒരു അടിയാണ് കേരളയിൽ പിൻവലിച്ചത്. പക്ഷേ ഈ ഫിഷറീസ് എന്ന് പറഞ്ഞതുപോലെ അത് മറ്റ് സമുദായക്കാർക്കും ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഓർക്കുക. ഇവിടെ ജിഹാദിസം ഒന്നും നടക്കത്തില്ല. ഫോർ ബദനി ഹോൺ കാണ്ടർ ലിബർട്ടി. എന്തിനാണെങ്കിലും ക്രൈസിസിൻ്റെ കൃപയിൽ നമുക്ക് ധാരാളമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ, ഡിപ്പെൻഡ് ചെയ്യാം. പേരൻസ് അതായത് കുട്ടികളെ വിളിച്ചുകൊണ്ട് അവർ പിൻവാങ്ങാൻ ശ്രമിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയമായിട്ട് റിപ്ലൈ 8 കാണുന്നതുവരെയും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാളെ പറ്റുവാണെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കാം. ആ കാണുന്നവരെയും നമ്മൾ സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേ പോയി താ വന്നു എന്ന് പറയും പോലെ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം പിരിയാം. ക്രൈസിസസ് ധാരാളം നമ്മളെ സഹായിക്കട്ടെ. ഈ ഫുട്ബോൾ ഒന്ന് പിടിക്കണം. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. As free peace to for Bethany Hangal, but having nullified pulling down stalls, having stand fast and liberty where the crisis made us free. God is not the other confusion, but of peace. Pulling down stalls, cash and on imaginations. Stand fast and liberty where the crisis made us free, and be not entangled again with the yoke of bondage. Having pulling down stalls, cash and on imaginations. As free peace, having nullified pulling down stalls, stand fast and liberty where the crisis made us free, and be stand fast and liberty where the crisis made us free, and be not entangled again. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വതന്ത്രമാക്കി അകൽ അതിൽ ഉറച്ചിപ്പിൻ നാം പിന്നെ അടിമത്തിൽ കൂടി പോരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വർ ദ ക്രൈസിസ് മെൻ ഫ്രീ ആൻഡ് ബി നോട്ട് എൻറ്റേങ്കിൾഡ് അഗൈൻ വിത്ത് ദ യോക്ക് ഓഫ് ബോണ്ടേജ്. അസ് ഫ്രീ പീസ് ടു ഫോർ ബദനി ഹോൺ ഗൾബട്ടി ഹാവിംഗ് നള്ളിഫൈഡ് ഡെത്ത്. നമുക്ക് എന്തായിരുന്നാലും ഫോർ ബദനി ഹോൺ ഗൾബട്ടി ഹാവിംഗ് പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് ക്യാഷ് ഡൗൺ ഫോർ ബദനി ഹോൺ കാൾബട്ടി. സഹോദരന്മാരെ, സ്വാതന്ത്ര്യത്തിന് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് ക്യാഷ് ഡൗൺ ഇമേജിനേഷൻസ് ഫോർ ബദനി ഹോൺ കാൾ ഡൗൺ ലിബർട്ടി ഹാവിംഗ് നള്ളിഫൈഡ് ഡെത്ത് പുള്ളിംഗ് ഡൗൺ ഓഫ്. നമുക്ക് എന്തായിരുന്നാലും എല്ലാ ഡിസീസസിൽ നിന്നും ക്രൈസിസ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. താങ്ക്സ് ബി ടു ഗോഡ് ഹൂ ഗിസ് ദ വിക്ടറി ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് എന്തായാലും ഭയപ്പെടാതിരിക്കാം. ആസ് ഫ്രീ പീസ് യു ഹാവിംഗ് നള്ളിഫൈഡ് ഡെത്ത്